കേന്ദ്ര ബജറ്റ് ഇന്നാണ്. മൂന്നാം NDA സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ കേരളത്തിന് വലിയ പ്രതീക്ഷയുണ്ട്. പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ കേരളം പ്രതീക്ഷിക്കുന്നു. തൊഴിൽ നികുതിയിലെ ഉൾപ്പെടെ മാറ്റവും സമഗ്രമായ പെൻഷൻ പദ്ധതിയും യുവജനങ്ങളെ പരിഗണിച്ചുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. നിർമ്മല സീതാരാമന്റെ 7ാമത്തെ ബജറ്റ് അവതരണമാണ് ഇന്ന് നടക്കുന്നത്. വിവരങ്ങളുമായി P. ബസന്ത് ചേരുന്നു. ബസന്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് 7ാമത്തെ ബജറ്റാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, കേരളത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത്. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള പ്രതീക്ഷ, ഒപ്പം യുവജനങ്ങൾക്ക് തൊഴിൽ നികുതി സംബന്ധിച്ചൊക്കെയുണ്ട്. എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മോത്തി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെ ബജറ്റാണിത്. ഈ ബജറ്റിൽ എന്തായിരിക്കും സാധാരണക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും നോക്കുന്നത്. വികസിത് ഭാരത് എന്നുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കായിരിക്കും ബജറ്റ് എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും അതോടൊപ്പം തന്നെ പദ്ധതി ചെലവിൻ്റെ കാര്യത്തിൽ വൻ വർധനയുമാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേണമെന്നുള്ളൊരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതിനുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ കാർഷിക മേഖലയിൽ വേണം എന്നുള്ളതാണ് വലിയൊരു നിർദ്ദേശമായി വന്നിട്ടുള്ളത്. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വളർച്ച 6.5 മുതൽ 7% വരെ ആയിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേ പുറത്തുവിട്ടുകൊണ്ട് ധനമന്ത്രി പറഞ്ഞത്. അതായത് രാജ്യത്തിന് വരുന്ന 2025 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 7% വരെ വളർച്ചയ്ക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം കാലവർഷം വളരെ മോശമായിരുന്നതിനാൽ വളർച്ച പ്രതീക്ഷിച്ച തരത്തിലേക്ക് വന്നില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസം സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്ത നാഗേശ്വരൻ നൽകിയത്. അപ്പോൾ ഒരു കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആയിട്ടാണ് 6.5 മുതൽ 7 വരെ ആയിരിക്കും വളർച്ച എന്നുള്ളൊരു സൂചന നൽകിയിരിക്കുന്നത്. ഏതായാലും ധനക്കമ്മി 5.1 തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തന്നെയായിരിക്കും ഇത്തവണയും വരുന്നത്. ഇടക്കാല ബജറ്റിൽ 5.1% ധനക്കമ്മിയായി നിശ്ചയിച്ചിരുന്നത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ പ്രത്യേക സാമ്പത്തിക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുള്ള ഏതാനും സംസ്ഥാനങ്ങളുണ്ട്. ഒന്ന് കേരളം, മറ്റൊന്ന് ബീഹാർ, അതുപോലെ തന്നെ ആന്ധ്ര കൂടുതൽ കേന്ദ്ര സഹായം തേടിയിട്ടുണ്ട്. ഇതിനൊക്കെ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ വലിയ തോതിലുള്ള ഒരു നിയമയുദ്ധവും കേരളം കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നൽകിയ ഉത്തരത്തിലാണെങ്കിൽ ബീഹാറിന് പ്രത്യേക പദവി നൽകാൻ കഴിയില്ല എന്നുള്ള തീരുമാനം സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേരളം ഇത്തരത്തിലൊരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി ബാലഗോപാൽ ഇത്തരത്തിലൊരു നിവേദനം സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്നു. പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം എന്നുള്ളത്. ഇതൊക്കെ കേന്ദ്ര സർക്കാർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറ്റൊന്ന്, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. അത് എത്രത്തോളം ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഏറ്റവും സുപ്രധാനമായി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് വികസിത് ഭാരത് എന്നുള്ള സർക്കാരിൻ്റെ ലക്ഷ്യം മുന്നിട്ട് കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും വരിക. മറ്റൊന്ന് റെയിൽവേ ബജറ്റുമായി ബന്ധപ്പെട്ടാണ്. റെയിൽവേ ബജറ്റ് ഇപ്പോൾ പൊതു ബജറ്റിനൊപ്പം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ റെയിൽവേ മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടങ്ങൾ കണക്കിലെടുത്ത് സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് കൂടുതൽ നീക്കിയിരിപ്പിനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം പുതിയ ട്രെയിനുകൾ വന്ദേ ഭാരതിൻ്റെ മാതൃകയിൽ വന്ദേ സ്ലീപ്പർ, അതുപോലെ വന്ദേ മെട്രോ, അമൃത് ഭാരത് തുടങ്ങിയ തരത്തിലുള്ള പുതിയ തീവണ്ടികളുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.